ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ബിസിനസ് കേൾക്കുമ്പോൾ പേടിക്കണ്ട. യാതൊരു മുതൽ മുടക്കുമില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൽ ഈ അവസരം പ്രദാനം ചെയ്യുന്ന കമ്പനിയെ ഞാൻ പരിചയപ്പെടുത്താം. കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. 2013 ഓഗസ്റ്റ് മാസം 14 തീയതിയാണ് ഈ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓൺലൈനിലും ഓഫ്ലൈനിലും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ആയുഷ് മിനിസ്ട്രി സർട്ടിഫൈ ചെയ്ത 21ഓളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയും കൂടിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. എന്തായാലും ഇതൊരു മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടാം. ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ ഉൽപ്പന്നങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. FSSAI സർട്ടിഫിക്കേഷൻ, GMP, MHRA, റെപ്റ്റക്കോസ് ബ്ലഡ് ലാബ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം മാർക്ക്. ആയുഷ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി. ആയുഷ് സർട്ടിഫൈ ചെയ്ത ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഗുണനിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. ഇനി ഈ ഉൽപ്പന്നങ്ങളുടെ പിന്നിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമുണ്ട്. നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ തലപ്പത്തുള്ളത് ഡോക്ടർ DB അനന്തനാരായണൻ. ആയുർവേദ രംഗത്ത് 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. നിരവധി കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി. അതുപോലെ തന്നെ ഡോക്ടർ KC ഗവണ്ടൻ, അദ്ദേഹവും കോസ്മെറ്റിക് രംഗത്ത് ഇന്ത്യയിലെ പ്രഗത്ഭനായ സയന്റിസ്റ്റുമാരുടെ ഒരാളാണ്. അങ്ങനെ നിരവധി ആൾക്കാർ, ഒരു 30ഓളം വരുന്ന സയന്റിസ്റ്റിന്റെ പാനലാണ് ഈ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഹോം കെയർ ഉൽപ്പന്നങ്ങൾ. അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് കാറ്റഗറി വെൽനസ് കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. എന്താണ് വെൽനസ് എന്ന് ചോദിച്ചാൽ, രോഗം വരുന്നതിന് മുമ്പേ രോഗത്തെ പ്രതിരോധിക്കുന്ന രീതിയാണ് വെൽനസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ എന്തായാലും ഞാൻ ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കുകയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാര്യം ഉൽപ്പന്നങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു സമയം നമുക്കില്ല. അതുകൊണ്ട് വളരെ കുറച്ച് സമയത്തുള്ളിൽ പറയാം. നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റ് ലിവർ ഗെയിൻ, സ്ത്രീകളുടെ പീരിയഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വുമൻ കമ്പാനിയൻ, ചുമക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് കഫ്റ്റില്, രക്തശുദ്ധീകരണത്തിന് മൾട്ടികാർഡ് ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ തന്നെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ കുറവിന് വേണ്ടിയിട്ടുള്ള ഫീലിംഗ് ആൻഡ് ലിക്വിഡ്, കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ യൂറി ഫ്ലഷ്, ഡെയിലി ഡീടോക്സിഫയർ ആണ്, വെൽ ഹാർട്ട് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ, ബിലോ 37 പനിക്ക് വേണ്ടി ഉപയോഗിക്കാം, ലിവഗേന്റെ തന്നെ ക്യാപ്സൂള്, ഫൈറ്റ് സ്ട്രെസ്, ടെൻഷൻ, സ്ട്രെസ് പോലുള്ള പ്രശ്നങ്ങൾക്ക്, ഇമ്മ്യൂണോ 3+, ഗ്യാസ് അസിഡിറ്റിക് പ്രശ്നങ്ങൾക്ക്, അതുപോലെ സ്പെർലിന ഗോൾഡ് നമ്മുടെ ഒരു സൂപ്പർ ഫുഡാണ്, മാൻ ശക്തിമാൻ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ളത്, നോവേദന ക്യാപ്സൂൾ പെയിൻ കില്ലർ ആണ്, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. ഇനി ന്യൂട്രീഷണൽ കെയറിൽ നോക്കുകയാണെങ്കിൽ നാറ്റ്സിയം എന്ന് പറഞ്ഞിട്ട് കാൽഷ്യം ടാബ്ലറ്റ് വരുന്നുണ്ട്, ന്യൂട്രി ലൈഫ് എന്ന് പറഞ്ഞ ഒരു സമ്പൂർണ്ണ പോഷകാഹാരം, പ്രോട്ടീൻ പൗഡർ, തടി കുറയ്ക്കാനായിട്ട് സിറ്റ് ആൻഡ് ബേൺ ഫാറ്റ്, മെൽറ്റ് ഫാറ്റ്, നൈനീഫ് എന്ന് പറഞ്ഞ പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് വരുന്നുണ്ട്, കവച് പ്രാഷ് എന്ന് പറഞ്ഞൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വരുന്നുണ്ട്, പേഴ്സണൽ കെയറിൽ ഈഗാറ്റ് വെൽ എന്ന് പറഞ്ഞിട്ട് ആന്റി ഏജിങ് ക്രീം വരുന്നുണ്ട്, അണ്ടർ ഐ ജെല്ല്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഹാൻഡ് മെയ്ഡ് ഗ്ലിസറിൻ സോപ്പുകൾ, ബോഡി വൈറ്റനിങ് ലോഷൻസ്, ബോഡി മോയ്സ്ചറൈസിംഗ് ലോഷൻ, അതുപോലെ തന്നെ ഹെയർ ഓയിൽ, ഷാംപൂ, ആന്റി ഡാൻഡ്രഫ് കംപ്ലീറ്റ് കെയർ, പേസ്റ്റ്, റെഡ് ഹെർബൽ പേസ്റ്റ്, തുളസി നീം പേസ്റ്റ്, നോവേദന ജെല്ല്, വൂണ്ട് ഹീലിംഗ് ക്രീം, ചാമ്പ്യൻ തൈലം, ഫെയർനെസ് ക്രീം, ഫേസ് വാഷ്, ബോഡി ബട്ടർ, എമോളിയൻ ക്രീം, മോയ്സ്ചറൈസിംഗ് ക്രീം, ഫേസ് വാഷ്, ഹാൻഡ് വാഷ്, സ്ക്രബ്, ഷാംപൂ, ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുക പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത ആളുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതിനകത്തൊരു ബിസിനസ് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്താണ് ഈ ബിസിനസ് എന്ന് പറയാം. ഈ ബിസിനസ്, ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതാണ് കൺസെപ്റ്റ്. ഇപ്പൊ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് രീതി എന്താണെന്നറിയണം. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് രീതിയെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പരമ്പരാഗതമായ വിപണന രീതി എന്ന് വിളിക്കാം. അവിടെ നമ്മളൊരു കസ്റ്റമറായ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുക ഒരു ഫാക്ടറിയിൽ നിന്ന് നേരിട്ടല്ല. നമ്മൾ വാങ്ങുന്ന അടുത്ത ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ്. എങ്ങനെയാണ് ഈ റീറ്റെയിൽ ഷോപ്പിൽ ഈ ഉൽപ്പന്നം എത്തുക? ഇവിടെ മാനുഫാക്ചററുടെ കയ്യിൽ നിന്ന് ഒരു C&F ഏജന്റ് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. അദ്ദേഹം അതൊരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിന് കൈമാറുന്നു. അദ്ദേഹം അതൊരു റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ കൈമാറുന്നു. അവിടെ നിന്ന് ഒരു സ്റ്റോക്കിസ്റ്റ്, ഒരു ഹോൾസെയിലർ, അതിനുശേഷമാണ് റീറ്റെയിൽ ഷോപ്പിൽ ഉൽപ്പന്നം എത്തുക. ഇനി റീറ്റെയിൽ കടയിൽ എത്തിയാൽ മാത്രം പോരാ, അതിന് ശക്തമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് വേണം. അപ്പോൾ മാർക്കറ്റിംഗ് എക്സ്പേർട്സ് പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദന ചെലവും ഉൽപാദകന്റെ ലാഭവും എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പന്നത്തിന്റെ MRPയുടെ
30% വരെ വരത്തുള്ളൂ. ബാക്കി വരുന്ന 70% പോകുന്നത് ഈ ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാരിലേക്കും പരസ്യക്കാരിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രസക്തി. ഡയറക്ട് സെല്ലിങ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. മാനുഫാക്ചറിൽ നിന്ന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി, അവിടെ നിന്ന് ഒരു കസ്റ്റമറിന്റെ വായ്മൊഴിയാനുള്ള പരസ്യത്തിലൂടെയാണ് അടുത്ത കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ പോവുക. ഇനി ഇവിടെ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 70% തുക സാധാരണക്കാരായ കസ്റ്റമറിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. എന്തായാലും ഈ ഒരു ബിസിനസ്, ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗും തമ്മിലൊരു വ്യത്യാസം എടുത്ത് നോക്കുകയാണെങ്കിൽ, ട്രഡീഷണൽ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം, അഡ്വർടൈസ്മെന്റ് വേണം, റിസ്ക് ഉണ്ട്, ലൊക്കേഷൻ ഒരു വിഷയമാണ്, ക്യാപിറ്റൽ നന്നായിട്ട് വേണം, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, സ്റ്റാഫ് വേണം, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഇനി ഒരു ഫ്ലെക്സിബിളും അല്ല, അതിനൊരു ടൈം ലിമിറ്റും ഉണ്ട്. പക്ഷേ ഡയറക്ട് സെല്ലിംഗിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒരു അഡ്വർടൈസ്മെന്റ് വേണ്ട, ഡയറക്ട് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ, റിസ്ക് ഇല്ല, ലൊക്കേഷൻ ഒരു വിഷയമല്ല, ക്യാപിറ്റൽ വേണ്ട, സ്റ്റോക്ക് വേണ്ട, സ്റ്റാഫ് വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, ഇനി ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഈ ബിസിനസ് തുടങ്ങാൻ? ഞാൻ ഈ പ്രസന്റേഷന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ബിസിനസ് തുടങ്ങാൻ പണം മുടക്കൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറി നമ്മളുടെ പേരും ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. ഇപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ഈ കമ്പനിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ പറ്റില്ല. നിലവിൽ ഈ കമ്പനിയിൽ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ സാധിക്കുക. രണ്ടാമത്തെ ജോലി, മേക്ക് എ ഷോപ്പിംഗ് ആസ് പെർ യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മൂന്നാമത്തെ ജോലി, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അത് നല്ലതാണെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അത് നല്ലതാണെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9 ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ആണ് കിട്ടുക. റീറ്റെയിൽ പ്രോഫിറ്റ്, സെയിൽസ് ടേൺ ഓവർ ബോണസ്, റെക്കഗ്നേഷൻ, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ഇൻകം, റാങ്ക് ഇൻകം, ഓവർ റൈഡിംഗ് ബോണസ്, റോയൽറ്റി ഇൻകം, ഫോറിൻ ട്രിപ്സ്, ഇങ്ങനെ 9ഓളം ബെനിഫിറ്റുകളാണ് കിട്ടുക. എല്ലാം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട 1-2 വരുമാനങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ വരുമാനം റീറ്റെയിൽ പ്രോഫിറ്റ്. എന്താണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ചു, ഈ കമ്പനിയിൽ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആകുക. ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുക ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ്. നിങ്ങൾക്കത് MRP വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഹെയർ ഓയിൽ ഉണ്ട്. ഹെയർ ഓയിലിന് MRP 380 രൂപയാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന വ്യക്തിക്ക് 270 രൂപയ്ക്ക് ഈ ഉൽപ്പന്നം കിട്ടും. ഒരു ഉൽപ്പന്നത്തിന്റെ പുറത്ത് 110 രൂപ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ഒരു ദിവസം ഒരു 10 ഉൽപ്പന്നം വിറ്റാൽ 1100 രൂപ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആയിരങ്ങളും ലക്ഷങ്ങളും നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാം. ഇനി അടുത്തൊരു വരുമാനമുണ്ട്, അതിനെ വിളിക്കുക സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്നാണ്, അല്ലെങ്കിൽ ഇതിനെ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് വേണേൽ വിളിക്കാം. എന്താണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ആ കമ്മ്യൂണിറ്റി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അതിന്റെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ ഒരു വരുമാനം ലഭിക്കുന്നതിനാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് നമ്മൾ വിളിക്കുക. അതിനായിട്ട് കമ്പനി പറയുന്നത് നമ്മളുടെ 2 ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യാനാണ്. ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2. ബ്രാഞ്ച് 1-ൽ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. അവർ നമ്മളെ പോലെ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഉൽപ്പന്നം ഉപയോഗിക്കാനോ വന്ന ആൾക്കാരായിരിക്കാം. ബ്രാഞ്ച് 1-ലെ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു 20,000 ബിസിനസ് വോളിയം ചെയ്തു. ബിസിനസ് വോളിയം എന്താണെന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ വാങ്ങിയ തുകയുടെ 75% ബിസിനസ് വോളിയം. അതായത് 100 രൂപയ്ക്ക് ഏതാണ്ട് 75 ബിസിനസ് വോളിയം കിട്ടും. ഇവിടെ 20,000 ബിസിനസ് വോളിയം കിട്ടുമ്പോൾ ഏതാണ്ട് 25,000 രൂപയ്ക്ക് മേലെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങിയിട്ടുണ്ട്. ബ്രാഞ്ച് 2-ലും 20,000 ബിസിനസ് വോളിയം നടന്നു. 2 സ്ഥലത്തും കൂടെ കോമൺ ആയിട്ട് നടന്ന ബിസിനസ് വോളിയത്തിന്റെ 12% നിങ്ങൾക്ക് വരുമാനമായിട്ട് അയച്ചു തരും. അതായത് 20,000-ന്റെ 12% 2,400 രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് അയച്ചു തരും. ഇത് എല്ലാ ആഴ്ചകളിലുമാണ് കമ്പനി നമുക്ക് വരുമാനം അയച്ചു തരിക. ഇനി എന്താണ് നമ്മുടെ ജോലി? നമ്മുടെ ബ്രാഞ്ചിലുള്ള ആൾക്കാരെ കച്ചവടം കൂടാനൊന്നും സഹായിക്കുക. ഇപ്പൊ ബ്രാഞ്ച് 1-ല് മുമ്പേ കച്ചവടം നടന്നിട്ടുണ്ട്, അവരും പുതുതായിട്ട് വന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു 40,000 ബിസിനസ് വോളിയം ചെയ്തെന്ന് വിചാരിക്കുക. ബ്രാഞ്ച് 2-ൽ ഒരു 30,000 ബിസിനസ് വോളിയം നടന്നു. ഇവിടെ കോമൺ ബിസിനസ് വോളിയം 30,000 ആണ്. 2 സ്ഥലത്തും 30,000 ഉണ്ട്. ആ 30,000-ന്റെ 12% 3,600 രൂപ നമുക്ക് വരുമാനമായിട്ട് ലഭിക്കും. സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും, ഇവിടെ 10,000 നമ്മൾ അധികമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകില്ല. അത് അടുത്ത ആഴ്ചയിലേക്കോ അടുത്ത മാസത്തേക്കോ ക്യാരി ഫോർവേഡ് ചെയ്ത് മാറ്റിവെക്കും. ഇനി കുറച്ചു നാൾ നമ്മൾ ബിസിനസ് ചെയ്തപ്പോൾ നമ്മളുടെ ടീം വലുതായി. നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ ഒരു 10 ലക്ഷം ബിസിനസ് വോളിയം, ഓർഗനൈസേഷൻ 2-ൽ ഒരു 10 ലക്ഷം ബിസിനസ് വോളിയം നടന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ആ 10 ലക്ഷത്തിന്റെ 12% 1,20,000 രൂപ ഒരാഴ്ചയിൽ.
സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നും, എങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപയുടെയൊക്കെ കച്ചവടം നടക്കുക, അല്ലെങ്കിൽ 10 ലക്ഷം ബിസിനസ് വോളിയം നടക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ബ്രാഞ്ച് ഫണ്ടിൽ നിങ്ങൾ ഒരു വർഷം ബിസിനസ് ചെയ്തപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 500 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു. ഈ 500 പേരും അവരുടെ വീട്ടിലേക്ക് സോപ്പും പേസ്റ്റും എല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ 1000 ബിസിനസ് വോളിയം വന്നു. 500 പേര് 1000 ബിസിനസ് വോളിയം വാങ്ങിയപ്പോൾ 5 ലക്ഷം ബിസിനസ് വോളിയം നടന്നു. ഇപ്പുറത്തും 500 പേര് 1000 ബിസിനസ് വോളിയം വാങ്ങിയപ്പോൾ 5 ലക്ഷം ബിസിനസ് വോളിയം നടന്നു. ഈ 5 ലക്ഷത്തിന്റെ 12% 60,000 രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കും. ഇനി 500 എന്നുള്ളത് 1000 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1000 പേര് 1000 ബിസിനസ് വോളിയം വാങ്ങിയാൽ 10 ലക്ഷം ബിസിനസ് വോളിയം നടക്കും. ആ 10 ലക്ഷത്തിന്റെ 12% 1,20,000 രൂപ നമുക്ക് വരുമാനമായിട്ട് ലഭിക്കും. ഇനി ഇതിങ്ങനെ അനന്തമായിട്ട് വരുമാനം കൊടുക്കാൻ കമ്പനിക്ക് സാധിക്കില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമായിട്ട് കൊടുക്കുന്ന തുകയാണ് നമുക്കിവിടെ കമ്മീഷനായിട്ട് ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ലിമിറ്റിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കമ്പനി ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: 17,50,000 മാച്ചിങ് ബിസിനസ് വോളിയത്തിന്റെ 12% 2,10,000 രൂപ ഒരാഴ്ചയിൽ. 2,10,000 എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ 4 ആഴ്ചകളിലായിട്ട് 8,40,000 രൂപ വരെ വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചത്. ഇനി ഈ ബിസിനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. എന്താണ് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്തു, നമ്മളൊരു വലിയൊരു കൺസ്യൂമർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു. നാളെ നമ്മളില്ലാത്തൊരു സാഹചര്യം വന്നാൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നമ്മുടെ നോമിനിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇത്രയാണ് ബിസിനസിനെ പറ്റി പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങളെ ഈ വീഡിയോ അയച്ചു തന്ന വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതും അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. സോ താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ സക്സസ്.